അയ്യോ കാറ്. ഗോവാല, അത് പെശകാണല്ലോടാ ഗോവാല. ഇടാ ശരി. ഓർമ്മ കണ്ടോ? എവിടെ പോന്നു? ഹലോ, എങ്ങോട്ടാണ്? അങ്ങളേ ഓർമ്മ കണ്ടോ? സൈഡ് ഒതുക്കിക്കൊടു, അയാളൊന്ന് പോയിക്കോട്ടെ. പറഞ്ഞു പോകാനൊന്നും അല്ലെന്നേ, അവന്റെ രോഗം വേറെയാ. വേണ്ടി പരിശ. ഹലോ, ഓക്കത്തിനെ കാണിക്കുന്നു, അടിച്ച് പല്ലിയെ കളയും. നിങ്ങൾ ചൂടാവാതെ. ഞാൻ ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടിൽ മഴയുണ്ടോ? ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണം? ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിലെങ്ങനെയാ മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലേ മനസ്സ് വെച്ചാൽ മതി. ഈ പ്രായം കഴിഞ്ഞിട്ട് ഞാൻ ഇടം വരെ എത്തിയത്. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ ഏറ്റയാ. പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? Is it raining in Kerala? ആണുങ്ങൾ സംസാരിക്കണോ? അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരനോടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ, ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ദ ഗെയിം. വണ്ടിയുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് തോമസ് ചാക്കോ. സാറിന്റെ വൈഫാണോ? എന്താ തനിക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് പറഞ്ഞ വേറെ വല്ല അർത്ഥമുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാറ് വന്നപ്പോ വേറൊരു സ്ത്രീ ആയിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയേണ്ടത്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് മരുമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക. അല്ല, ജീവചരിത്രം ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി. ഒഴി എണ്ണണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ. എന്താ പ്രശ്നം? ഞാൻ രജിസ്റ്റർ എഴുതാൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സാർ. സാറിനെപ്പോലുള്ള ആളെ കണ്ടറിഞ്ഞൂടെ? ഡീസന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. വിഷ്ണുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ? 31ാമത്തെ. കഴിഞ്ഞ 30 വർഷങ്ങളിൽ എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. എടാ, വിവരം കിട്ടവനെ ദൂരെ എങ്ങനെ പോയിരിക്കണം. അയ്യ, അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തറയുന്നാ മതി, തോളെ കയറരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ടാ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ ഭാഗ്യവാൻ. മാല, മുല്ലപ്പൂമാല, പൂമാല,
സോടാക്കുപ്പി ഓ കള്ളക്കളവാ. കണ്ണും ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഒളിഞ്ഞു നോട്ടം സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ? രേ ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിനുശേഷമേ ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കേൾക്കുണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ട ഈ മുറിയിൽ വന്ന് റൊമാൻസ്. അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസനിച്ച് നോക്കില്ല, എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ. അല്ല, കൊണ്ടാക്കിയോ? ആരെ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല. പിന്നല്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിങ് വന്നിട്ട് പോരെ, നേരം വെളുത്തല്ലേ ഉള്ളൂ. അതിനും പാടാ മറ്റത്. സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ. നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ. എനിക്ക് അതുവരെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞ അവനൊരിക്കേണ്ടടുത്ത് അവനൊരു അവിടെ പട്ടി കയറിയിരിക്കുന്നു. എന്താ പറഞ്ഞില്ല. അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാ മതി. അത്രേ ഉള്ളൂ. അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാ മതി. വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാട്ടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അത് അപകട. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട. ഒന്ന് പോടാ അവിടുന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിൾ ഓടി തളർന്നോ? ഹേ, തളരേ. 10-12 കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് ഓടും. ഒന്ന് കിതയ്ക്ക പോലുമില്ല. നല്ല സ്റ്റാമിന അല്ലേ. ജയ വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. താങ്ക് യു അങ്കിൾ. ജയ എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നുന്നു. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറുണ്ട്? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. പോട്ടെ അങ്കിൾ. എത്ര ധൃതി. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ. ജയക്കറിയോ, ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ആ, എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ. ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി, മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോവല, തെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞു കേട്ടോ. റോസ്കൽ, രാത്രി നീ ഇന്നലെ കക്കാൻ പോകുന്നുണ്ടോ? വണ്ടിയെ കയറിയ ഉടനെ തുടങ്ങും ഉറക്കം. അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വലുതും അല്ലേ. ബുദ്ധിമുട്ടാണെ പൊയ്ക്കോടാ. നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ടെ. അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതി, നിർത്ത്. തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോട് തിന്നല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ആ ഫയൽ എടുത്ത് വെച്ചോ. ഏത് ഫയലാ സർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്നെനിക്കത് കാണണം. ആ ഗോവല, ചെറിയ പണി. എന്താ? നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? രേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ജോലിയല്ല. ഗോവല, എന്തൊരു ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാവും ഓർമ്മ കിട്ടാത്തത്. കെട്ടിക്കോളും.